കൗൺസിലിങ്ങിന്റെ ഒരേ ഒരു ലക്ഷ്യമേ എന്ന് പറഞ്ഞിട്ട് അത് വിവാഹത്തെ ഒന്നിപ്പിക്കലായിട്ടുള്ള പിടിവാശി നമുക്ക് പാടില്ല. കാരണം അങ്ങനെയല്ല. കാരണം ചില കേസുകളിൽ ഡിവോഴ്സ് തന്നെയാണ് ആവശ്യം. അതിന് രണ്ടാളെ എംപവർ ചെയ്യുക, അവർക്ക് രണ്ടാൾക്കും നിങ്ങൾക്ക് മാറുന്ന ജീവിക്കാൻ പറ്റും എന്നുള്ള എംപവർമെന്റ് കൊടുക്കുന്നേ വേണ്ട. കാരണം ഒരുപാട് പണ്ടൊക്കെ ഈ ഡൊമസ്റ്റിക് വയലൻസ് ഒന്നും നമ്മൾ ആരും അറിയാറില്ലായിരുന്നു. എത്രയോ ആൾക്കാർ അത് ജീവിതം മുഴുവൻ നരകയാതനയായിട്ട് അനുഭവിച്ച് തീർന്നിട്ടുണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയ ഒക്കെ ശക്തമായതുകൊണ്ടും ഗൂഗിളിലൊക്കെ അത് കിട്ടുന്നതുകൊണ്ടും എന്ത് നോക്കിയാലും നമ്മളെ വരത്തുമ്പത്തുണ്ട്. അന്ന് നമുക്കറിയാം ഇത് ഇന്ന് എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഇത് എൻ്റെ അവകാശമാണ് എന്നുള്ള ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി. അതുകൊണ്ട് അവിടെയൊക്കെ ഒരു കെയർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. എല്ലാവർക്കും നീഡുണ്ട്. ആ നീഡ് ഫുൾഫിൽ ചെയ്യുന്ന ഒരു കേന്ദ്രമായി മാറണം നമ്മുടെ വീട്. അതായത് ഭാര്യേൻ്റെയും ഭർത്താവിൻ്റെയും മക്കളെയൊക്കെ നീഡ് ആ വീടുകളിൽ തന്നെ ഫുൾഫിൽ ചെയ്യുന്ന രീതിയിൽ നമ്മൾ കെയർ ചെയ്യാൻ തുടങ്ങിയാൽ അതൊരു നല്ല ഫാമിലി ആയിരിക്കും. അങ്ങനെ മാതൃകകൾ ഉണ്ടാവണം എന്നുള്ളതാണ് വിഷയം. ഇപ്പോൾ വ്യക്തി നിയമങ്ങൾ പലപ്പോഴും സാമൂഹിക നിയമങ്ങൾക്ക് അനുകൂലമാവണം എന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് വാല്യൂസിനെ കുറിച്ച് പറയുന്നവരാണ്, വളരെയധികം വാല്യൂസിനെ കുറിച്ച് പറയുന്ന ആൾക്കാരാണ്. വരുന്നൊരു തലമുറ പറയുന്ന വാല്യൂസ് ഇതല്ല. അവരുടെ വാല്യൂ എന്ന് പറയുന്ന കൺസെപ്റ്റ് വേറെയാണ്. കാരണം കുറച്ചുകൂടി ജെന്യൂനാണ് അവർ പറയുന്നത്. അപ്പം ഈ ശരി തെറ്റ് വാല്യൂ എന്നൊക്കെ പറയുന്നത് കാലഘട്ടത്തിനും കാലത്തിനും ദേശത്തിനും വ്യക്തികൾക്കും ഒക്കെ അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കുന്ന സാധനം. എൻ്റെ വാല്യൂവിൻ്റെ സ്കെയിൽ വെച്ച് നോക്കുമ്പോൾ വരുന്ന തലമുറ വാല്യൂ ഇല്ലാത്തവരാണ്. അത് അതിൻ്റെ അർത്ഥം അവർ വാല്യൂ ഇല്ലാത്തവരാണെന്നല്ല, എൻ്റെ സ്കെയിലിൻ്റെ പ്രശ്നമാണ്. അവരുടെ സ്കെയിൽ വെച്ച് നോക്കുമ്പോൾ അവർ കറക്റ്റാണ്, അവരെ സ്കെയിൽ വെച്ച് നോക്കുമ്പോൾ നമ്മൾ തെറ്റാണ്. അപ്പം സ്കെയിലാണ് ഇവിടെ വിഷയം. ഓരോരുത്തരുടെ സ്കെയിലും വ്യത്യസ്തമാണ്. അപ്പോൾ ഞാൻ നേരത്തെ വളരെ മനോഹരമായിട്ട് എനിയഗ്രാം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്. അതിൽ 9 ടൈപ്പ് ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്. 9 ടൈപ്പ് ആൾക്കാർക്ക് 9 ശരിയാണ്, അവർക്ക് 9 ഭാഷയാണ്, അവർക്ക് 9 നീഡാണ്, അവർക്ക് 9 ഇന്ധനാണ്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഇന്ന് കല്യാണം കഴിക്കുമ്പം നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു സാധനം എനിയഗ്രാമാണെന്നാണ്. ജാതകം നോക്കുന്നതിനേക്കാൾ വേണ്ടത് അതെ ഇതേമാതിരിയുള്ള സൈക്കോമെട്രിക് അനാലിസിസ് ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം കുറച്ചുകൂടി ഒരു പക്ഷേ പണ്ട് കാലങ്ങളിൽ ഇങ്ങനെ ഒരു സംവിധാനം ഇല്ലാത്തതുകൊണ്ട് അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത സംവിധാനം ആയിരിക്കാം. കാരണം എനിയഗ്രാമും ഈ ജാതകവുമായിട്ട് എവിടെയൊക്കെയോ എനിക്ക് ചില പൊരുത്തങ്ങൾ തോന്നിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ എനിയഗ്രാം 9 വ്യക്തിത്വങ്ങളും ഓരോ വ്യക്തിത്വത്തിനും 3 അവസ്ഥ 3, 9, 27 പേഴ്സണാലിറ്റിയെ കുറിച്ച് പറയുന്നതാണ്. ജ്യോതിഷത്തിലും 9 ഗ്രഹങ്ങളും 27 നക്ഷത്രങ്ങളും കൊണ്ടുള്ള കളിയാണ്. അതിനെ കോറിലേറ്റ് ചെയ്ത് പഠിച്ചാൽ ചിലപ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിരിക്കും. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്തതുകൊണ്ട് അത് കോറിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റിയിട്ടില്ല. ഇത് വളരെ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരു ആശയമാണ്. വളരെ അത് ഞാൻ പറയുമ്പോൾ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ എനിയഗ്രാം കൂടി ഒന്ന് മനസ്സിലാക്കിയിട്ട് അതിനൊന്ന് കോറിലേറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ചിലപ്പം അവർക്ക് പുതിയൊരു മാനം ഇതിന് കൊടുക്കാൻ പറ്റും. അതായത് ഈ ജാതകം നോക്കുന്നതൊക്കെ തെറ്റാണെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ഇന്നെന്ന കാര്യങ്ങൾ നോക്കാൻ ഇതിനെ കൊണ്ട് പറ്റും എന്നുള്ളത്. കാരണം നമ്മളൊരു വിഷയം പഠിക്കാതെ അത് തെറ്റാന്ന് പറയരുത്. കാരണം എനിക്ക് ജ്യോതിഷം അറിയില്ല, അതുകൊണ്ട് ജ്യോതിഷം തെറ്റാണെന്ന് എനിക്ക് പറയാനുള്ള അധികാരമില്ല. ജ്യോതിഷം പൂർണ്ണമായി പഠിക്കുന്ന സമയത്ത് എനിക്ക് പറയാം ഇത് ശരിയല്ല എന്നുള്ളത്, അല്ലെ ശരിയാണെന്നുള്ളത്. അത് 2 അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അത് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഇത്തരം കാര്യങ്ങൾ ഇന്ന് കുറച്ചുകൂടി എല്ലാവരും ഓപ്പണായിട്ട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നൊരു കാലമാണ്. അതുകൊണ്ട് വരുന്നൊരു തലമുറ ഒരുപാട് നല്ല തലമുറയാണ്. അവർ ധൈര്യമുള്ളവരാണ്, ഓപ്പണായിട്ട് കാര്യങ്ങൾ പറയുന്നവരാണ്. മനസ്സിൽ ഈ പറയുന്ന വൈകാരികതയൊന്നും സൂക്ഷിക്കുന്ന ആൾക്കാരല്ല. അവർ വളരെ കുറച്ചുകൂടി ലോജിക്കലായി ചിന്തിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആൾക്കാർ ഉണ്ടാവാം. എല്ലാ കാര്യത്തിലും ചെറിയൊരു വിഭാഗം ഉണ്ടാവാം, പക്ഷെ കൂടുതൽ ആൾക്കാരും അങ്ങനെയല്ല. ഈ സിംഗിൾ മദർ എന്നുള്ള സങ്കല്പം, പിന്നെ പ്രസവിക്കേ വേണ്ട എന്ന് തീരുമാനിക്കുന്ന ദമ്പതികൾ, ഇതൊക്കെ ഒരു ട്രെൻഡായിട്ട് വരുന്നുണ്ട്. ഇത് പ്രകൃതി ജനസംഖ്യ നിയന്ത്രിക്കാൻ അതിൻ്റെ സ്പീഷീസിൽ ചെലുത്തുന്ന ഒരു വലിയ ഇടപെടൽ പോലെ വരുന്നുണ്ടോ? അല്ല, പ്രകൃതിക്ക് അങ്ങനെ ഒരു അജണ്ട ഉണ്ടെങ്കിൽ നിസ്സാരാണ്. കാരണം ദിനോസേഴ്സ് വളരെയധികം കൂടിയ സമയത്ത് ഒരു 24 മണിക്കൂർ കൊണ്ട് മൂപ്പര് പ്രകൃതിനെ ഇല്ലാതാക്കിയിട്ടുണ്ട്. അപ്പോൾ മനുഷ്യനെ ഇതൊക്കെ തീർക്കാൻ പ്രകൃതിക്ക് ഇതുപോലെ ഈ സ്ത്രീകളെ മനസ്സിലേക്ക് കല്യാണം കഴിക്കേണ്ട എന്നുള്ള ആശയം കൊടുത്ത് അവർ പിന്നെ പാരൻസുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് അതിന്റെ ആവശ്യമൊന്നുമില്ല. ഒരു സുപ്രഭാതത്തില് പ്രകൃതിക്ക് അങ്ങനെ ഒരു അജണ്ട നടക്കും. കാരണം കൊറോണ ഒക്കെ നമ്മൾ കണ്ട പ്രകൃതി ഇതുപോലെ ഓരോ കാലത്തും ഒരു സ്ക്രീനിങ് നടത്തുന്നുണ്ട്. അപ്പം അത് നടക്കും. അത് മാത്രമല്ല, ഈ ലോകം മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതുപോലെ ഒരുപാട് കാഴ്ചപ്പാടുകളും ചിന്തകളും ഒക്കെ വരും. ചിലപ്പം സ്ത്രീയിടം ചിന്തകൾ വരും. അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ ഒരു 25 കൊല്ലം കഴിഞ്ഞാൽ തിരിച്ചായിരിക്കും ധാരാളം കുട്ടികൾ ഉണ്ടാവുക എന്നുള്ളതായിരിക്കും ഒരു പാഷനായി വരുന്നത്. അപ്പോൾ എല്ലാവരും ധാരാളം കുട്ടികൾ ഉണ്ടാക്കാൻ മതി. ഇത് എന്തോ ഒരു കാൽക്കുലേഷൻ ആണ്, അല്ലെങ്കിൽ എന്തോ ഒരു സംതിങ് ആണ്. നമുക്ക് അറിയില്ല എന്തുകൊണ്ടാണെന്നില്ല, എല്ലാം നമുക്ക് അറിയില്ലല്ലോ.
അങ്ങനെ ഒരു ആയിരിക്കാം, നമുക്ക് എന്തുകൊണ്ടാണെന്നറിയില്ല, അങ്ങനെ ഒരു